ഇന്ന് മാർച്ച് 27 വെള്ളിയാഴ്ച. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് അടുത്ത 5 ദിവസത്തേക്ക് വേനൽ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും ഇടിയോടുകൂടിയ ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. പകൽ താപനില 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പിൽ മാറ്റമില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത അറിയിപ്പ് മൊബൈൽ ഉപഭോക്താക്കൾക്കുള്ള സന്തോഷ വാർത്തയാണ്. ടെലികോം കമ്പനികളുടെ 28 ദിവസത്തെ റീചാർജ് തന്ത്രത്തിന് പൂട്ടുവീഴുന്നു. ഇനി മുതൽ നിർബന്ധമായും 30 ദിവസത്തെ പ്ലാനുകൾ അവതരിപ്പിക്കാൻ കേന്ദ്ര ടെലികോം മന്ത്രാലയം കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. ഇതോടെ വർഷത്തിൽ 13 തവണ റീചാർജ് ചെയ്യുന്നത് ഇനി മുതൽ 12 തവണ റീചാർജ് ചെയ്താൽ മതി. അടുത്ത അറിയിപ്പ്, CBSE 10ാം ക്ലാസ് പരീക്ഷാഫലം ഏപ്രിൽ പകുതിയോടെ പ്രസിദ്ധീകരിക്കും. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയതായും മാർക്കുകളുടെ പുനഃപരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വേഗത്തിലുള്ള മൂല്യനിർണ്ണയ പ്രക്രിയയ്ക്ക് ശേഷം ഈ വർഷം നേരത്തെ ഫലം പ്രഖ്യാപിച്ചേക്കും. ഫലപ്രഖ്യാപന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം മെയ് 13-നാണ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചത്. അടുത്ത അറിയിപ്പ്, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചു. 5 മാസത്തെ കുടിശ്ശിക വിതരണമാണ് നടക്കുന്നത്. 8000 രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുക. അതേസമയം മാർച്ച് 25-ന് ആരംഭിക്കാനിരുന്ന ക്ഷേമ പെൻഷൻ വിതരണം മാർച്ച് 31-ാം തീയതിയിലേക്ക് മാറ്റി. മാർച്ച് 25-ന് വിതരണമുണ്ടാകുമെന്ന് പ്രഖ്യാപനമുണ്ടായതല്ലാതെ വിതരണം ഉണ്ടായില്ല. DBT സെൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് അറിയുന്ന വിവരങ്ങൾ അനുസരിച്ച് മാർച്ച് 31-നാണ് മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവും അതുപോലെ ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവും ആരംഭിക്കുക. അങ്ങനെ 4000 രൂപയാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം ലഭിക്കുക. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.